കൃഷ്ണൻ പാണ്ഡവരുടെ ദൂതും പേറി ഹസ്തിനാപുരത്തിൽ എത്തി. പാണ്ഡവരുടെ രാജ്യം തിരികെ നൽകുവാൻ അദ്ദേഹം പറയുന്നു. എന്നാൽ അഹങ്കാരം നിറഞ്ഞ ദുർബുദ്ധിയായ ദുര്യോധനൻ സൂചിത്തുമ്പുകൊണ്ട് പോലും കുത്തിയാൽ കാണുന്നിടത്തോളം ഭൂമിയോ സ്വത്തോ പാണ്ഡവന്മാർക്ക് വിട്ടുകൊടുക്കില്ല എന്ന് അഹങ്കരിച്ച് പറയുന്നു. ദുര്യോധനന്റെ അഹങ്കാര വാക്കുകളെല്ലാം കേട്ടപ്പോൾ കൃഷ്ണൻ ക്രോധവ്യാകുല ദൃഷ്ടിയായി ചിരിച്ച് കുരുക്കളുടെ സഭയിൽ ദുര്യോധനനോട് ഇപ്രകാരം പറഞ്ഞു: നീ വീരശയനം നേടും, ഈ മോഹം സാധിക്കും. നീ അമാത്യന്മാരോടൊത്ത് സ്ഥിരമായി നിൽക്കൂ. മഹാരണം, അതായത് വലിയ യുദ്ധം വന്നെടുക്കും. പാർത്ഥന്മാരിൽ തെറ്റ് നീ കാണുന്നില്ലേ? എന്നാൽ ഞാൻ അതൊക്കെ പറയാം. നരേന്ദ്രന്മാരെ, നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. സഭ മുഴുവൻ കേൾക്കുമാറ് കൃഷ്ണൻ പറഞ്ഞു. യോഗ്യരായ പാണ്ഡവന്മാരുടെ ഐശ്വര്യം കണ്ട് മനസ്സിൽ അസൂയ മൂത്ത് ദുഃഖിച്ച് നീയും ശകുനിയും ദ്യുതദുർമന്ത്രം ചെയ്ത് ജ്ഞാനികളായ ആ യോഗ്യന്മാരെ ഒന്നും ഇല്ലാതാക്കിയവരായി മാറ്റി. വക്രബുദ്ധി അവർക്കില്ല, സാധുസമ്മത്തന്മാരാണ് അവർ. ലോകത്തിൽ വക്രബുദ്ധിയായ നീ എങ്ങനെ അന്യായം ചെയ്തുവെന്ന് നാം പറയാം. ചൂതാട്ടം സാധുബുദ്ധി വിനാശത്തിന് ഉള്ളതാകുന്നു. ചൂതാട്ടത്തിൽ അസത്തുകൾക്ക് വ്യസനം സംഭവിക്കും. ഈ ഘോരമായ വ്യസനം നീ ചൂതാട്ടം വഴക്കിട്ട് ഉണ്ടാക്കി വെച്ചു. ആരോടും ആലോചിക്കാതെ ദുഷ്ടന്മാരുമായി കൂടിയാലോചിച്ച് ഉണ്ടാക്കിയെടുത്തു ചൂതാട്ടം. ഞാൻ ചോദിക്കട്ടെ, നീയല്ലാതെ വേറെ ആരെങ്കിലും ചെയ്യുമോ സഹോദരന്റെ ഭാര്യയെ അപമാനിക്കുക എന്നുള്ളത്? നീ പറഞ്ഞിട്ടല്ലേ കൃഷ്ണയെ സഭയിലേക്ക് കൊണ്ടുവന്നത്? കുലീനശീലമുള്ളവളും പാണ്ഡവന്മാർക്ക് പ്രാണനായവളും മികച്ച ഇഷ്ടപത്നിയുമായ അവളെ സഭയിൽ കയറ്റി നീ നിന്ദിച്ചു. അന്ന് കൗരവസഭയിൽ വെച്ച് നിങ്ങൾ ചെയ്ത അന്യായങ്ങൾ എല്ലാം എല്ലാ കുരുക്കൾക്കും അറിയാവുന്നതും ആകുന്നു. വീരന്മാരായ പാർത്ഥന്മാർ അകന്നു പോകുമ്പോൾ ദുശാസനൻ പറഞ്ഞ വാക്കും എല്ലാ കുരുക്കളും കേട്ടിട്ടുണ്ട്. ലോഭമറ്റവരും ധർമ്മചാരികളുമായ അവർ ക്രൂരമായി മര്യാദ വിട്ട പലതരം പരുഷവാക്കുകൾ നീയും കർണനും ദുശാസനനും കൂടി പറഞ്ഞില്ലേ അവരോട്? അമ്മയോട് കൂടി വളരെ ബാല്യത്തിൽ തന്നെ ജീവിച്ചവനോട് ചുടുവാൻ വാരണാവൃത്തത്തിൽ നീ പ്രയത്നിച്ചു, എങ്കിലത് ഫലിച്ചില്ലെന്ന് മാത്രം. അന്ന് വളരെ കാലം പാണ്ഡവന്മാർ ഒളിവിൽ ഏകചക്രയിൽ വിപ്രഗ്രഹത്തിൽ, അതായത് മുനിമാരുടെ ഗ്രഹത്തിൽ അമ്മയോട് കൂടി പാർത്തില്ലേ? വിഷം കൊടുത്ത് സർപ്പത്തെ കൊണ്ട് കടുപ്പിച്ചും പാണ്ഡവന്മാരെ നശിപ്പിക്കുവാൻ നീ പല ഉപായങ്ങളും കണ്ടെത്തി. അതൊക്കെ ഫലിക്കാതെ വന്നു. പാണ്ഡവന്മാരോട് ഈ ബുദ്ധി തന്നെ വെച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നോ? ആലോചിച്ചിട്ട് പോലും കാണുന്നില്ലെന്നോ? യാചിക്കുന്ന ഇവർക്ക് പിതാവിൻ്റെ അംശം നൽകുകയില്ല അല്ലേ? ഭ്രമിച്ച് നീ വീഴുമ്പോൾ ക്രൂരമായ മട്ടിൽ ആ കാര്യമൊക്കെ പാർത്ഥന്മാർ ചെയ്തിട്ട് മിഥ്യാചരനും അനാചരണമായ നീ അതൊന്നും സമ്മതിക്കാതെ ധർമ്മിഷ്ഠനായി നിൽക്കുന്നു. അച്ഛൻ, അമ്മ, ഭീഷ്മർ, ദ്രോണർ, വിതുരർ എന്നിവരൊക്കെ ശമിക്കൂ ശമിക്കൂ എന്ന് പറഞ്ഞിട്ടും നീ ശമിക്കുന്നില്ല. ശമത്താൽ ഉണ്ടാകുന്ന മഹാലാഭം നിനക്ക് പാർത്ഥന്മാർക്ക് ഒപ്പമാകുന്നു. അത് ബോധിക്കാതിരിക്കുന്നത് നിന്റെ ബുദ്ധിയുടെ കേട് തന്നെയെന്ന് പറയാം. സുഹൃത്തിന്റെ ചൊല്ല് കേൾക്കാത്തവന് ഒരിക്കലും സുഖം ലഭിക്കുകയില്ല. അമർഷിയായ ദുര്യോധനനോട് കൃഷ്ണൻ പറഞ്ഞപ്പോൾ ദുര്യോധനൻ കുരുസദസ്സിൽ ഇപ്രകാരം പറഞ്ഞു: രാജാവേ, പാർത്ഥന്മാരുമായി ഭവാൻ ഇഷ്ടത്തോടെ സന്ധി ചേരുന്നില്ലെങ്കിൽ നിന്നെ സംബന്ധിച്ച് കൗരവന്മാർ കുന്തിപുത്രന് നൽകുമത്രേ. ഭീഷ്മനും ദ്രോണരും അച്ഛനും കൂടി കർണനെയും ഭവാനെയും എന്നെയും ഇങ്ങനെ 3 പേരെയാണ് സംബന്ധിച്ച് പാണ്ഡവന്മാർക്ക് നൽകുവാൻ പോകുന്നത്. അനുജന്റെ വാക്കുകൾ കേട്ട് ധാർതരാഷ്ട്രനായ സുയോധനൻ സർപ്പത്തെ പോലെ ചീറ്റി കോപിച്ച് അവിടെ നിന്നും എഴുന്നേറ്റ് നടന്നു. വിതുരൻ, കൃപർ, ബാൽഹീക രാജാവ് സോമദത്തൻ, കൃപൻ, ഭീഷ്മർ, ദ്രോണർ, കൃഷ്ണൻ എന്നിവരെയെല്ലാം ലജ്ജയില്ലാത്തവനും ദുഷ്ടനും മാനിയും മര്യാദ കെട്ടവനും മാന്യനിന്ദകനുമായ അവൻ നിന്ദിച്ചുകൊണ്ട് സംസാരിച്ചു. ക്രോധത്തോടെ സഭയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന അനുജന്മാരും മറ്റു മന്ത്രിമാരും മറ്റു രാജാക്കന്മാരും അവൻ്റെ പിന്നാലെ പോയി. സഹോദരന്മാരോടുകൂടി ഇറങ്ങിപ്പോകുന്ന ദുര്യോധനനെ നോക്കിക്കൊണ്ട് ഭീഷ്മർ പറഞ്ഞു: ധർമാർത്ഥങ്ങളെ വിട്ട് കോപവും അഹങ്കാരവും കൊള്ളുന്ന അവൻ്റെ വ്യസനത്തിൽ താമസിക്കാതെ ശത്രുക്കൾ ചിരിക്കുന്നത് കാണാനാകും. ഗർവിയും ദുഷ്ടനുമാകുന്ന ഈ രാജപുത്രൻ ധാർതരാഷ്ട്രൻ
ക്രോധലോഭപരാധീനനായി നാടു മുഴുവൻ കുട്ടിച്ചോറാക്കും. ഇപ്രകാരം അഹങ്കാരം നിറഞ്ഞ മനസ്സുമായി കൃഷ്ണന്റെയും മുതിർന്നവരുടെ ഏവരുടെയും വാക്കുകൾ നിന്ദിച്ചുകൊണ്ട് ദുര്യോധനൻ ആ സഭ വിട്ട് ഇറങ്ങിയെന്ന് മഹാഭാരതം ഉദ്വേഗപർവം പറയുന്നു.